വെൽക്കം ടു EduPlus CBSE ക്ലാസ് 10 പൊളിറ്റിക്സിലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള MCQs ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ടേം 1 എക്സാമിനെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ ഓരോ ചാപ്റ്ററും നിങ്ങൾ കവർ ചെയ്ത് വെക്കണം. എല്ലാ പോർഷനിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് കൃത്യമായി ഉറപ്പാക്കിയ ശേഷം അത് വർക്കൗട്ട് ചെയ്ത ശേഷം മാത്രമാണ് എക്സാം ഹാളിലേക്ക് കയറാവൂ. ഓക്കെ, സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 1 പവർ ഷെയറിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, പിക്ചർ അസോസിയേറ്റഡ് ക്വസ്റ്റ്യൻ, കേസ് സ്റ്റഡീസും അസോസിയേഷൻ റീസണും എല്ലാം തന്നെ പറ്റുന്ന പോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് CBSEയുടെ 2020 ക്വസ്റ്റ്യൻ ആണ്. വിച്ച് 2 ലാംഗ്വേജസ് among the following are prominently spoken by Belgium nationals? നമുക്കറിയാം ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ബെൽജിയം ശ്രീലങ്കൻ ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് അല്ലേ. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബെൽജിയത്തിലെ പ്രോമിനൻ്റ് ആയിട്ട് അവിടുത്തെ ആളുകൾ സംസാരിച്ച ഭാഷ ഏതായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ലാംഗ്വേജുമായി ബന്ധപ്പെട്ടായിരുന്നു ബെൽജിയത്തിൽ ആളുകൾ തമ്മിൽ ഡിവിഷൻ നിലനിന്നിരുന്നത്, പല ഭാഷയുടെ പേരിലായിരുന്നു. സോ അവിടുത്തെ മെജോറിറ്റി ഭാഷകൾ, പ്രോമിനൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഭാഷകൾ ഏതാണ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ഡച്ച് ഫ്രഞ്ച്, റഷ്യൻ ആൻഡ് ഡച്ച് ആൻഡ് റഷ്യൻ ആൻഡ് ഫ്രഞ്ച്. ഏതാണ്? യെസ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ഡച്ച് ആൻഡ് ഫ്രഞ്ച്. 59% ഓഫ് ദ പീപ്പിൾ സ്പീക്ക് ചെയ്തത് ഡച്ച് ലാംഗ്വേജ് ആയിരുന്നു. ആൻഡ് റിമൈനിങ് 40%ഉം എന്താണ്, ഫ്രഞ്ച് ലാംഗ്വേജ് സംസാരിച്ചു. ഓൺലി 1% ആണ് എന്ത് സംസാരിച്ചത്, ജർമ്മൻ സ്പീക്കിംഗ് ആയിട്ടുണ്ടായിരുന്ന ബെൽജിയം പീപ്പിൾ എന്ന് പറയുന്നത്. സോ ആ ഒരു റേഷ്യോയും കൂടെ ഓർത്തിരിക്കുക. പ്രോമിനൻ്റ് ആയിട്ട് ബെൽജിയത്തിലുണ്ടായിരുന്ന ഭാഷകൾ ഏതൊക്കെയായിരുന്നു? ഡച്ച്, ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ കൂടെ ഉണ്ട്. എനിവേ ഡച്ച് ആണ് 59% ഓഫ് ദ പീപ്പിളും സംസാരിച്ചിരുന്നത്. ആൻഡ് 40% എന്ത് സംസാരിച്ചു? ഫ്രഞ്ച് ഭാഷയായിരുന്നു. ആൻഡ് ഓൺലി 1% ഓഫ് ദ പോപ്പുലേഷൻ ആർ സ്പീക്കിംഗ് ജർമ്മൻ ലാംഗ്വേജ്. ഓക്കെ, സോ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ ഭാഗത്ത് നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Out of the total population of the country, ethnic groups in Belgium has the largest population and they live in dash. എന്താണ് പറയുന്നത്? ബെൽജിയത്തിലെ ടോട്ടൽ പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിച്ചിരുന്നത് ഏത് റീജിയനിലാണ്? വാലൂൺ, ഫ്ലമിഷ്, ജർമ്മൻ, നൺ ഓഫ് ദിസ്. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞു 59% ഓഫ് ദ പീപ്പിൾ ആർ സ്പീക്കിംഗ് Dutch language and they are living in a Flemish region. Okay, so option B ആണ് right answer. Flemish region-ലാണ് ഡച്ച് സ്പീക്കിംഗ് ആയിട്ടുള്ള മെജോറിറ്റി പോപ്പുലേഷൻ ഓഫ് ദ പീപ്പിളും എന്ത് ചെയ്തത്, താമസിച്ചിരുന്നത്. ഓക്കെ, this is our next question. Third question, which of the following countries does not share its border with Belgium? ആ ഒരു സെക്ഷനിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ആ ഒരു ഭാഗം ക്ലിയർ ചെയ്തു പോവാമല്ലോ. സോ ബെൽജിയത്തിന് ബോർഡർ ഷെയർ ചെയ്യാത്ത രാജ്യങ്ങൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബെൽജിയത്തിൻ്റെ നൈബറിങ് കൺട്രീസിൽ പെടാത്ത രാജ്യം ഏതാണ്? ഫ്രാൻസ്, നെതർലൻഡ്സ്, സ്വീഡൻ, ലക്സംബർഗ്. ആ ഒരു ഫസ്റ്റ് ലൈൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തുണ്ട്. എനിവേ ഓപ്ഷൻ സി സ്വീഡൻ ആണ്. ഡസ് നോട്ട് ഷെയറിങ് ദ ബൗണ്ടറി വിത്ത് Belgium and Belgium has borders with France, Netherlands, Germany and Luxembourg. Germany, ലക്സംബർഗും നെതർലൻഡ്സും ഫ്രാൻസും ഇവരെല്ലാം ബോർഡറിങ് വിത്ത് ബെൽജിയം. പക്ഷേ ഈ തന്നിരിക്കുന്നതിൽ സ്വീഡൻ ഇസ് നോട്ട് ആസ് എ നൈബറിങ് കൺട്രി ഓഫ് ബെൽജിയം. ഓക്കെ, സോ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In Belgium, how are the tensions between the linguistic communities controlled? നമുക്കറിയാം ബെൽജിയത്തിൽ ഈ ഒരു ഡച്ച് സ്പീക്കിംഗ് ആൻഡ് ഫ്രഞ്ച് സ്പീക്കിംഗ് ഈ ഒരു ഭാഷയുടെ പേരിൽ ബെൽജിയത്തിൽ എന്തുണ്ടായിരുന്നു, ഡിവിഷൻ ഉണ്ടായിരുന്നു. ആൻഡ് അവരുടെ ക്യാപിറ്റലായിരുന്നു ബ്രസൽസ്. അവിടെ എന്തായിരുന്നു, വീണ്ടും ഫ്രഞ്ച് ആയിരുന്നു അവിടെ ഡോമിനൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെ ലാംഗ്വേജ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ ബെൽജിയത്തിൽ ഉണ്ടായിരുന്നു. സോ ഇവിടെ ചോദിക്കുന്നത് However, the tensions between the linguistic community, so ഈ ഡച്ച് ആൻഡ് ഫ്രഞ്ച് ഈ ഒരു ഭാഷ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കമ്മ്യൂണിറ്റീസ്, അതാണ് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റീസ്, ഇവരുടെ ഇടയിലുള്ള ഈ പ്രശ്നം ബെൽജിയത്തിൽ എങ്ങനെയാണ്
സോൾവ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺട്രോൾ ആക്കിയത് എങ്ങനെ? ഓപ്ഷൻ എ, ബൈ ആൻ എഗ്രിമെൻറ്റ് മെയ്ഡ് ബിറ്റ്വീൻ ദ മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി. എഗ്രിമെൻ്റ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് ഒരു ഫെഡറൽ സ്റ്റൈൽ ഓഫ് ഗവൺമെൻറ് കൊണ്ടുവന്നു. ആൻഡ് തേർഡ് വൺ പറയുന്നത് അമെൻമെൻറ്റുകൾ, ഭരണഘടനയിലെ അമെൻമെൻറ്റ് നടത്തി, തിരുത്തലുകൾ നടത്തി, അതുവഴി ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റീസിൻ്റെ ആ ഒരു ടെൻഷൻ കൺട്രോൾ ചെയ്തു. ആൻഡ് ഓപ്ഷൻ മൈനോറിറ്റി ഗ്രൂപ്പ് അക്സെപ്റ്റിംഗ് ദ ഡോമിനൻസ് ഓഫ് മെജോറിറ്റി ഗ്രൂപ്പ്, മെജോറിറ്റിയുടെ ആ ഒരു ഡോമിനൻസ് അവർ അക്സെപ്റ്റ് ചെയ്തു. എങ്ങനെയാണ് ഈ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റീസിൻ്റെ ഇഷ്യൂസ് സോൾവ് ചെയ്തത്? ഏതാണ് റൈറ്റ് ഓപ്ഷൻ? കുട്ടികളെ, പേജ് നമ്പർ 4 അക്കോമഡേഷൻ ഇൻ ബെൽജിയം ആ ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു ക്വസ്റ്റനുമായിട്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസറുമായിട്ടാണ്. ഹൗ ദേ സോൾവ് ദിസ് ഇഷ്യൂ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. They amended their constitution 4 times to work out an arrangement everyone to live together within the same country. കണ്ടല്ലോ, അതായത് 4 തവണ അവരുടെ ഭരണഘടനയിൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെൻറ്റുകൾ കൊണ്ടുവന്നു, തിരുത്തലുകൾ കൊണ്ടുവന്നു ഫോർ സോൾവിങ് ദിസ് ഇഷ്യൂസ് ബിറ്റ്വീൻ ദ ഫ്രഞ്ച് ആൻഡ് ഡച്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി. ക്ലിയർ ആണല്ലോ? സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who elects the community government in Belgium? ബെൽജിയത്തിലെ ഒരു കമ്മ്യൂണിറ്റി ഗവൺമെൻറ്റിനെ ഇലക്ട് ചെയ്തത് ആരാണ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മീൻ ബൈ കമ്മ്യൂണിറ്റി ഗവൺമെൻറ്? ബെൽജിയത്തിൽ നമ്മൾ കണ്ടു, അവിടെ ഈ ഒരു ഫ്രഞ്ച് ഭാഷയും ഡച്ച് ഭാഷയും സംസാരിക്കുന്ന ആളുകൾ തമ്മിലുള്ള ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി അപ്പാർട്ട് ഫ്രം സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, അവിടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടായിരുന്നു, അതുകൂടാതെ ഒരു തേർഡ് കൈൻഡ് ഓഫ് ഗവൺമെൻറ്റും കൂടെ ബെൽജിയത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഗവൺമെൻറ് ഇസ് നോൺ എസ് കമ്മ്യൂണിറ്റി ഗവൺമെൻറ്. അതിലേക്ക് ജനങ്ങളെ സെലക്ട് ചെയ്യുന്നത് പീപ്പിൾ ബിലോങ്ങിങ് ടു വൺ ലാംഗ്വേജ് കമ്മ്യൂണിറ്റി, അതായത് ഡച്ച് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഗവൺമെൻറ്, ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഗവൺമെൻറ്, ആൻഡ് ജർമ്മൻ സ്പീക്കിംഗ് ആയിട്ടുള്ളവർക്ക് ഒരു ഗവൺമെൻറ്. സോ ഒരു ഭാഷ, ഓൺലി വൺ ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. പീപ്പിൾ ബിലോങ്ങിങ് ടു വൺ ലാംഗ്വേജ് സെലക്ട് ദ കമ്മ്യൂണിറ്റി ഗവൺമെൻറ്. ഓക്കെ. ആൻഡ് ഈ ഗവൺമെൻറ്, കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ഏതെല്ലാം കാര്യങ്ങളിലാണ് ഇടപെട്ടിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് പവർ ഉണ്ടായിരുന്നത്? പവർ റിഗാർഡിംഗ് കൾച്ചറൽ മാറ്റേഴ്സ്, എഡ്യൂക്കേഷണൽ മാറ്റേഴ്സ്, ലാംഗ്വേജ് റിലേറ്റഡ് ഇഷ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നത്, അവരുടെ ഭാഷയുമായി അസോസിയേറ്റ് ചെയ്ത പ്രശ്നങ്ങൾ ആ ഒരു ഗവൺമെൻറ് സോൾവ് ചെയ്തു. ആൻഡ് അവരുടെ സംസ്കാരം, ഡച്ച് ആളുകളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അവരുടെ കൾച്ചറുമായി അസോസിയേറ്റ് ചെയ്ത ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്തത് ഈ കമ്മ്യൂണിറ്റി ഗവൺമെൻറ്റാണ്. സോ ആ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതിവിടെ തന്നെ പഠിച്ചു പോവുക. ദേ സോൾവ് ദ ഇഷ്യൂസ് റിഗാർഡിംഗ് കൾച്ചറൽ, എഡ്യൂക്കേഷണൽ ആൻഡ് ലാംഗ്വേജ് റിലേറ്റഡ് ഇഷ്യൂസ്. ഓക്കെ. ദെൻ കുട്ടികളെ, ആ ഭാഗത്ത് നിന്ന് തന്നെ ചോദിക്കാവുന്ന ഒരു അസെഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. അസെഷൻ ഇതാണ്: ഇൻ ബെൽജിയം ദർ ഇസ് എ മ്യൂച്വലി അക്സെപ്റ്റബിൾ അറേഞ്ച്മെൻറ്റ് ഫോർ ഷെയറിംഗ് പവർ. റീസൺ ഇതാണ്: the leaders realized that the unity of the country is possible only by respecting the feelings and interests of the different communities and the regions. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ, അസെർഷൻ റീസൺ വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ഐഡൻറ്റിഫൈ വെദർ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ രണ്ടും ശരിയാണോ എന്ന് ആദ്യം പരിശോധിക്കണം. സോ അസെർഷൻ ഇതാണ് പറയുന്നത്: ബെൽജിയത്തിൽ there is a mutually acceptable arrangement of sharing power. അധികാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം, അതായത് ഡച്ചിനും ഫ്രഞ്ചിനും എല്ലാം ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിൽ പരസ്പര ധാരണയുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ബെൽജിയത്തുണ്ടായിരുന്നു. ബെൽജിയത്തിൽ അങ്ങനെ ഫ്രഞ്ചിനും ഡച്ചിനും അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കാം. ആ ഭാഷയെ ഡച്ചും സ്വീകരിക്കാം, ഡച്ച് ഭാഷയെ ഫ്രഞ്ച് സ്വീകരിക്കാം. ആ ഒരു, അതായത് അവരുടെ തീരുമാനങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം, രണ്ട് ഭാഷയെയും ബഹുമാനിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് പവർ ഷെയറിങ്ങിൽ ബെൽജിയത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ശരിയാണോ? ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ഐഡൻറ്റിഫൈ ഇത് ശരിയാണോ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളതാണോ. നമ്മൾ കണ്ടതാണ് ഹൗ ദ പവർ ഈസ് അക്കോമഡേറ്റഡ് ഇൻ ബെൽജിയം. ബെൽജിയത്തിൽ എങ്ങനെയാണ്
അധികാരം അവർ അക്കോമഡേറ്റ് ചെയ്ത് കൊടുത്തത്, ആ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് അവർ സോൾവ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടു. അതിൽ പറയുന്നുണ്ട് എന്ത് ചെയ്തു, മെജോറിറ്റി ആയിരുന്ന ഡച്ച് ഫ്രഞ്ചിനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത്. സോ അസഷൻ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ട്രൂ ആണ് എന്ന് മനസ്സിലായി. ദെൻ നമുക്ക് റീസൺ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യണം വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ദ ലീഡേഴ്സ് റിയലൈസ്, അവർ മനസ്സിലാക്കി എന്നാണ് പറയുന്നത്, ഒരു രാജ്യം അവരുടെ രാജ്യത്ത് യൂണിറ്റി നിലനിർത്തണമെങ്കിൽ എല്ലാ കമ്മ്യൂണിറ്റീസിൻ്റെയും, ഫ്രഞ്ചിൻ്റെയും ഡച്ചിൻ്റെയും ജർമ്മൻ്റെയും എല്ലാവരുടെയും ഫീലിങ്സ്, എല്ലാ ആളുകളെയും ഒരുപോലെ കാണാനും അവരുടെ ഇൻട്രസ്റ്റ് അവർക്ക് എല്ലാവർക്കും വേണ്ടത് ചെയ്തു കൊടുത്താൽ മാത്രമാണ് യൂണിറ്റി ഓഫ് ദ കൺട്രി പോസിബിൾ ആവുകയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കി, അവിടുത്തെ ലീഡേഴ്സ് റിയലൈസ് ചെയ്തു എന്നാണ് റീസൺ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. എനിവേ ഈ പറഞ്ഞ റീസൺ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ? അവിടുത്തെ ലീഡേഴ്സ് ഇത്തരത്തിൽ റിയലൈസ് ചെയ്തിരുന്നോ? അതാദ്യം നമ്മൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നോക്കുക. ഇറ്റ്സ് ട്രൂ. നമ്മൾ പേജ് നമ്പർ 5 ലാസ്റ്റ് പാരഗ്രാഫിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്താണ് ഈ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. സോ എന്താണ് അവർ റിയലൈസ് ചെയ്തിരുന്നു, യൂണിറ്റി ഈസ് ഓൺലി പോസിബിൾ വെൻ ദ ഫീലിങ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യണം, രണ്ടുപേരുടെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത് അവിടുത്തെ ലീഡേഴ്സ് മനസ്സിലാക്കിയിരുന്നു. സോ ഈ രണ്ട് കാര്യങ്ങളും ട്രൂ ആണ്, രണ്ട് കാര്യങ്ങളും ബെൽജിയത്തിൽ നടന്നതാണ്, ബെൽജിയത്തിലുണ്ടായ കറക്റ്റായിട്ടുള്ള ഇൻസിഡൻസ് ആണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് whether this reason is the correct explanation for the assertion. അതായത് ബെൽജിയത്തിൽ അവർ പരസ്പരം അക്സെപ്റ്റ് ചെയ്തു, കാരണം അവിടുത്തെ ലീഡേഴ്സ് മനസ്സിലാക്കി അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് രാജ്യത്തിൻ്റെ യൂണിറ്റി നിലനിർത്താനായിട്ട് സംഭവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സാധ്യമാവുകയുള്ളൂ. കറക്റ്റാണോ? പേജ് നമ്പർ 5 കൃത്യമായി അത് രണ്ടും പറയുന്നുണ്ട്. ഇത് അസർഷൻ ട്രൂ ആണ്, റീസൺ ട്രൂ ആണ്, ആൻഡ് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദ അസർഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അവർ റിയലൈസ് ചെയ്തു യൂണിറ്റി ഈസ് ഓൺലി പോസിബിൾ വെൻ റെസ്പെക്റ്റിംഗ് ദിസ് ഫീലിങ്സ് ഓഫ് ടു കമ്മ്യൂണിറ്റീസ്. സോ മനസ്സിലായല്ലോ, ഏത് അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ വന്നാലും സോ ഒരു ഇരുത്തി വായന വളരെ അത്യാവശ്യമാണ്. നമ്മൾക്ക് പൊളിറ്റിക്സ് ആണെങ്കിലും ഹിസ്റ്ററി അത്ര വിഷയം ഉണ്ടാവില്ല, പൊളിറ്റിക്സും എക്കണോമിക്സും എല്ലാം തന്നെ എന്ത് ചെയ്യണം, ഒന്ന് ഇരുത്തി വായിച്ചാലാണ് നമുക്ക് അസർഷൻ റീസണൊക്കെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. കാരണം അത് ടെക്സ്റ്റ് ബുക്കിൽ കോട്ട് ചെയ്തതായിരിക്കും നമ്മളോട് എപ്പോഴും ചോദിക്കുക, നമുക്കത് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. സോ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതും അസർഷൻ റീസൺ തന്നെയാണ്. അസർഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ഇൻ ബെൽജിയം ഇസ് ഇലക്റ്റഡ് ബൈ വൺ ലാംഗ്വേജ് കമ്മ്യൂണിറ്റി. Reason: community government helped in resolving the conflict between the linguistic groups. So, first of all, you need to identify whether the assertion and reason statements are correct, അല്ലെങ്കിൽ ട്രൂ ആണോ, പറയുന്നത് ശരിയായ പ്രസ്താവനയാണോ എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. സോ അസർഷൻ പറയുന്നു കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ഇൻ ബെൽജിയം എങ്ങനെയാണ് ഇലക്ട് ചെയ്യുന്നത്? ബൈ വൺ ലാംഗ്വേജ് കമ്മ്യൂണിറ്റി. നമുക്കറിയാം 3 ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ആണ് ബെൽജിയത്തിലുണ്ടായിരുന്നത്. അവരെങ്ങനെയാണ് പവർ ഷെയറിങ്, ആ ഒരു ഫ്രഞ്ചും ഡച്ചും തമ്മിലുള്ള ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി അവർ 4 തവണ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് നടത്തിയെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് 3 ടൈപ്സ് ഓഫ് ഗവൺമെൻറ് അവിടെ ഉണ്ടായിരുന്നു: സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഗവൺമെൻറ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കമ്മ്യൂണിറ്റി ഗവൺമെൻറ്റിനെ പറ്റിയിട്ടാണ്. കമ്മ്യൂണിറ്റി ഗവൺമെൻറ്റിൽ മിനിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത് ഓൺലി ബൈ വൺ ലാംഗ്വേജ് കമ്മ്യൂണിറ്റി. അതായത് കമ്മ്യൂണിറ്റി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഡച്ചിനൊരു ഗവൺമെൻറ്, ഫ്രഞ്ചിനൊരു ഗവൺമെൻറ്, ജർമ്മനിക്കൊരു ഗവൺമെൻറ്. സോ ആ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ട് ഓരോരോ ഗവൺമെൻറ്റും കൂടെ ബെൽജിയത്തിലുണ്ടായിരുന്നു. ഇതാണ് കമ്മ്യൂണിറ്റി ഗവൺമെൻറ് എന്ന് പറയുന്നത്. സോ ഡച്ച് ഗവൺമെൻറ്റിനെ ഇലക്ട് ചെയ്യുന്നത് ആ ഡച്ച് ലാംഗ്വേജ് മാത്രം സംസാരിക്കുന്ന ആളുകളാണ്. ഫ്രഞ്ച് ഗവൺമെൻറ്റിനെ ഇലക്ട് ചെയ്യുന്നത് ഫ്രഞ്ച് ലാംഗ്വേജുമായിട്ട് അസോസിയേറ്റ് ചെയ്തവരാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് ട്രൂ. നമ്മൾ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ഇസ് ഇലക്റ്റഡ് ബൈ വൺ ലാംഗ്വേജ് കമ്മ്യൂണിറ്റി. ദെൻ റീസൺ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് സോ ഇങ്ങനെ ഓരോ ലാംഗ്വേജിനും ഓരോ ഗവൺമെൻറ് ഫോം ചെയ്തപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു റിസോൾവ് ദ
ടെൻഷൻ ബിറ്റ്വീൻ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്. ഈ ഫ്രഞ്ച് ആൻഡ് ഡച്ച് ഇഷ്യൂ, മെജോറിറ്റി മൈനോറിറ്റി ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് ഈ രീതിയിലുള്ള കമ്മ്യൂണിറ്റി ഗവൺമെൻറ് വന്നതോടുകൂടെ സാധിച്ചു എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. കമ്മ്യൂണിറ്റി ഗവൺമെൻറ് വന്നു. സോ ഓരോ ഭാഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അവരുടെ പ്രോബ്ലംസും അവർക്ക് വേണ്ട എല്ലാ റൈറ്റ്സും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഗവൺമെൻറ്. അപ്പോൾ ഓരോ ഭാഷക്കാരുടെ കാര്യവും അവിടെ ഈക്വലായിട്ട് നോക്കി പോരാനായിട്ട് സാധിക്കും. സോ എന്താണ്, അതും ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. സോ ഇനി നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഈ പറഞ്ഞ അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ ഇവിടുത്തെ റീസൺ എന്നുള്ളതാണ്. നമ്മളൊന്ന് തിങ്ക് ചെയ്തു നോക്കൂ. കമ്മ്യൂണിറ്റി ഗവൺമെൻറ് വന്നതോടുകൂടെ ഓരോ ഭാഷക്കാർ തമ്മിലുള്ള ഇഷ്യൂസ്, അവർ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചു. എന്തുകൊണ്ടെന്നാൽ ആ കമ്മ്യൂണിറ്റി ഗവൺമെൻറ്റിൽ അവരുടെ ഭാഷ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഡച്ച് കമ്മ്യൂണിറ്റി ഗവൺമെൻറ് അവരുടെ എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്യുന്നു. കാരണം ആ ഡച്ച് കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ഇലക്ട് ചെയ്തിരിക്കുന്നത് ബൈ ദാറ്റ് വൺ ലാംഗ്വേജ് ഡച്ച് ആണ്. ആൻഡ് ഫ്രഞ്ച് നോക്കുകയാണെങ്കിൽ ഫ്രഞ്ച് കമ്മ്യൂണിറ്റി ഗവൺമെൻറ് എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്തു ഫ്രഞ്ചുകാരുടെ. എന്തുകൊണ്ടാണ്? ആ ഒരു ഫ്രഞ്ച് കമ്മ്യൂണിറ്റി ഗവൺമെൻറ്റിൽ ഉൾപ്പെടുന്നത് ഫ്രഞ്ച് ലാംഗ്വേജ് സംസാരിക്കുന്നവരാണ്. സോ ഹിയർ ദ assertion statement is true, reason statement is true, and reason is the correct explanation for assertion statement. So ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾസോ assertion reason തന്നെയാണ്. Belgium and Sri Lanka both faced ethical tension among the different communities. Reason: both the countries resolved the conflict by power sharing arranged which gave equal representative to all the communities. എന്താണ് assertion പറയുന്നത്? First of all, you need to identify whether the statements, the two statements are correct or incorrect. ബെൽജിയവും ശ്രീലങ്കയും അവരുടെ ഇടയിൽ ദേ ഫേസ് അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു പ്രശ്നമാണ് ethical tension. So what do you mean by ethical tension? Ethnicity, ethnic. ഇത് നമ്മൾ കേസ് സ്റ്റഡി പോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ പാസേജസിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫ്രേസിൻ്റെ മീനിങ് എന്താണ് എന്നുള്ള രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. സോ അങ്ങനെ വരുന്ന ഒരു വേർഡാണ് എത്നിക്. എത്നിക് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡിവിഷൻ ബേസ്ഡ് അപ്പോൺ ദ ഡിഫറെൻറ്റ് കൾച്ചർ. ഓരോ സംസ്കാരത്തിൻ്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ആ ഒരു വ്യത്യസ്തത, അതിനെയാണ് എത്നിസിറ്റി എന്ന് പറയുന്നത്. സോ അവിടെ ലാംഗ്വേജിൻ്റെ ബേസിസിലാണ് നമ്മൾ കണ്ടു അല്ലേ. ശ്രീലങ്കയിലാണെങ്കിലും ബെൽജിയത്തിലാണെങ്കിലും എന്തായിരുന്നു? ഭാഷ ഡച്ച് ആൻഡ് ഫ്രഞ്ച്, അതുപോലെ തന്നെ സിൻഹാല ആൻഡ് തമിഴ്, ഇതാണ് ശ്രീലങ്കയിലുണ്ടായിരുന്നത്. സോ ഈ രണ്ട് ഭാഷയുടെ പേരിൽ അവരുടെ ഇടയിൽ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു, ഒരു വിഭാഗീയത, ഒരു എന്താണ്, രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിരുന്നു. സോ രണ്ട് സ്ഥലത്തും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബെൽജിയത്തിലും ശ്രീലങ്കയിലും ആ ഒരു എത്തിക്കൽ ടെൻഷൻ ഉണ്ടായിരുന്നോ? യെസ്, ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ റീസൺ പറയുന്നത് both the countries resolve this conflict by power sharing, giving equal representative. എന്താണ്? അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഡിവിഷൻ സോൾവ് ചെയ്യുന്നത് രണ്ട് രാജ്യങ്ങളും എങ്ങനെയാണ്? പവർ ഷെയർ ചെയ്തു. അതായത് ഗവൺമെൻറ്റിൽ അവരുടെ ഗവൺമെൻറ്, നമ്മുടെ ശ്രീലങ്കൻ ഗവൺമെൻറ് ആണെങ്കിലും ബെൽജിയം ഗവൺമെൻറ് ആണെങ്കിലും അവർ ഈ രണ്ടാളുകൾക്കും, ഫ്രഞ്ചിനും ഡച്ചിനും അതുപോലെ ശ്രീലങ്കയിൽ സിൻഹാലയ്ക്കും തമിഴിനും എന്ത് ചെയ്തു? ഈക്വൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. നമ്മൾ ആ ചാപ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബെൽജിയം എങ്ങനെയാണ് ആ ഇഷ്യൂ സോൾവ് ചെയ്തത്, ശ്രീലങ്ക ഗവൺമെൻറ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. എനിവേ, ദിസ് റീസൺ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? നോ, ഇറ്റ്സ് നോട്ട് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. കാരണം ഓൺലി ബെൽജിയത്തിൽ മാത്രമാണ് ആ ഒരു രീതിയിൽ ഡച്ച് കമ്മ്യൂണിറ്റിക്കും ഫ്രഞ്ച് കമ്മ്യൂണിറ്റിക്കും ഈക്വൽ റെപ്രസെൻറ്റേഷൻ, ഈക്വൽ മിനിസ്റ്റേഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ശ്രീലങ്കയിൽ നമ്മൾ കണ്ടത് ഒരു മെജോറിറ്റേറിയൻ ഗവൺമെൻറ് ആണ്. ഓർത്തിരിക്കുക, മെജോറിറ്റേറിയൻ ഗവൺമെൻറ്, ഓൺലി സിൻഹാല സ്പീക്കേഴ്സിനെ മാത്രം ഫേവർ ചെയ്തുകൊണ്ടുള്ള അവരുടെ റെപ്രസെൻറ്റേഷൻ മാത്രമുള്ള ഒരു ഗവൺമെൻറ്റാണ് നമ്മൾ ശ്രീലങ്കയിൽ കണ്ടത് അല്ലേ.
ശ്രീലങ്ക എന്ത് ചെയ്തിരുന്നു, സിൻഹാല ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ആ ഗവൺമെൻറ്റിൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കുക, അതുപോലെ അവർക്ക് മാത്രം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, ബുദ്ധിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, എല്ലാ സംസ്ഥാനങ്ങളെയും അവരെ ഏർപ്പെടുത്തുക, ഫോസ്റ്റർ ചെയ്യിക്കുക. സോ ഈ രീതിയിലുള്ള ഒരു മെജോറിറ്റേറിയൻ, ഒരു ഡോമിനൻറ്റ് ഗവൺമെൻറ്റാണ് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നത്. സോ ഇവിടുത്തെ റീസൺ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ അസർഷൻ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, റീസൺ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അസർഷൻ ഇസ് ട്രൂ ബട്ട് ആർ ഇസ് ഫാൾസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒരു പിക്ചർ അസോസിയേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 4 കാണിച്ചിരിക്കുന്ന ഒരു പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കുമ്പോൾ അറിയാം എന്തോ കാര്യം എഴുതിയിരിക്കുന്നതാണ് അല്ലേ, ഡയറക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ദിസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് എ സ്ട്രീറ്റ് അഡ്രസ് ഇൻ ബെൽജിയം ഇസ് സിഗ്നിഫൈങ് വാട്ട്. അപ്പോൾ ബെൽജിയത്തിലെ ഏതോ ഒരു സ്ട്രീറ്റിൻ്റെ അഡ്രസ്സ് 2 ഭാഷയിൽ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ഭാഷയിലാണ്, ഈ ഒരു 2 ലാംഗ്വേജിലാണ് ബെൽജിയത്തിൽ ഈ ഒരു ഡയറക്ഷൻ ബോർഡ്, സൈൻ ബോർഡ് വച്ചിരിക്കുന്നത്. സോ ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏതൊക്കെ ഭാഷയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. എനിവേ ഓഫ് കോഴ്സ് നമുക്കറിയാം ബെൽജിയം ആയതുകൊണ്ട് ഫ്രഞ്ച് ആൻഡ് ഡച്ച് ലാംഗ്വേജ്, ഈ 2 ഭാഷയിലാണ് ആ ഒരു ഫോട്ടോഗ്രാഫ് ഓഫ് ദ സ്ട്രീറ്റ് അഡ്രസ്സ് ബെൽജിയത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഫോട്ടോഗ്രാഫ് ഓഫ് എ സ്ട്രീറ്റ് അഡ്രസ് ഇൻ ബെൽജിയം എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്, ഈ ഒരു സ്ട്രീറ്റ് അഡ്രസ്സിൽ നിന്ന് അവിടുത്തെ എന്താണ് മനസ്സിലാക്കുന്നത്. ബെൽജിയം ക്യാപിറ്റലിനെ കുറിച്ചിട്ടാണോ? നെയിംസ് ആൻഡ് ഡിറക്ഷൻ ഇൻ 2 ലാംഗ്വേജ്, 2 ഭാഷയിൽ നെയിം ആൻഡ് ഡയറക്ഷൻ എഴുതിയിരിക്കുന്നു. 2 ഡിഫറെൻറ്റ് തിങ്സ്, നൺ ഓഫ് ദി എബോവ്. എനിവേ ഓപ്ഷൻ 1 and 4 അല്ല എന്ന് നമുക്കറിയാം. ബെൽജിയം ക്യാപിറ്റലും അല്ല, നൺ ഓഫ് ദി എബോവ് അല്ല, 2 കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. ആൻഡ് വാട്ട് ആർ ദ 2 തിങ്സ്? ഒരു സ്ട്രീറ്റിൻ്റെ അഡ്രസ്സ് 2 ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നതാണ്. സോ ഓപ്ഷൻ ബി ആണ്, സെക്കൻഡ് ഓപ്ഷനാണ് റൈറ്റ് ആയിട്ടുള്ളത്. നെയിം ആൻഡ് ഡയറക്ഷൻ ഇൻ 2 ലാംഗ്വേജസ്. ഓക്കെ, അത് ഏതൊക്കെ ലാംഗ്വേജസ് ആണ്? ഫ്രഞ്ച് ആൻഡ് ഡച്ച്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.